നമസ്കാരം, എല്ലാവർക്കും കെ എസ് മെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡേറ്റ് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 27 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽസ് നോക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ച് ഓൾറെഡി കെ എസ് മെൻറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ LSGS റിസൾട്ട് വന്നപ്പോൾ 150-ലധികം കുട്ടികളാണ് കെ എസ് മെൻറ്ററിന് മാത്രം ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുള്ളത്. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ പൊതുവെ PSC എക്സാമുകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഭാഗമാണ്. UPSCയിലൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. എന്നാലും അവിടെയും എന്തില്ല, MCQs ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ. ബട്ട് ഇപ്പോൾ നമുക്ക് MCQs ഒന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെ PSC മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കണം. അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ, സ്കോപ്പ്, ഈ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതുപോലെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയുണ്ട്? പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, അതുപോലെ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതായത് NGOs പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതുപോലെ തിയറീസ് പഠിക്കാനുണ്ട് ഇവിടെ. അതായത് ഓരോ തിങ്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അതായത് വെബ്ബർ, ഫോളറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചസ് ഉണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട് ഇവിടെ. അതുപോലെ എത്തിക്കലായിട്ടുള്ള കാര്യം, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ജോലി ചെയ്യേണ്ടവരാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു എത്തിക്കൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അതുപോലെ എന്തുണ്ട്, ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, അതുപോലെ ട്രാൻസ്പെറൻസി, റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിരിക്കും റോൾ ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, നിങ്ങളിപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇഗ്നോൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാത്തിൻ്റെ ഒരു കമ്പൈലേഷൻ ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നോൻ്റെ മെറ്റീരിയൽ ഒന്ന് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അതുപോലെ അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂള് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂള് മാനേജ്മെൻറ്റ് ആണെങ്കിലും ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക, ഈ മൊഡ്യൂൾ 2 ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെയും അതുപോലൊക്കെ തന്നെയാണുള്ളത്. ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഉണ്ട്. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? അതുപോലെ മാനേജ്മെൻറ്റ് റോൾസ് ആൻഡ് സ്കിൽസ്, മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, അതുപോലെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്ത് പറയുന്നത്, കണ്ടംപററി അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് സിസ്റ്റം അപ്രോച്ച് ഉണ്ട്, കണ്ടിജൻസി അപ്രോച്ച് ഉണ്ട്, TQM ഉണ്ട്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ലീൻ മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് വരുന്നുണ്ട്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, അതുപോലെ ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചർ, ഇവിടെയും എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം കൂടി വരുന്നുണ്ട്. അതുപോലെ CSR ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ കൂടിയാണ്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ചലഞ്ചസ് ഫോർ മാനേജേഴ്സ് എന്നുള്ള കാര്യങ്ങളുണ്ട്, അതും ചോദിക്കാനേറെ സാധ്യതയുള്ളൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോകാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ആണ്. NCERTയിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇവിടെ എന്തുണ്ട്, ബിസിനസ് എൻവയോൺമെൻറ്റ്, പ്ലാനിങ് നമ്മൾ ഓൾറെഡി സിലബസിൽ നോക്കിയിട്ടുണ്ടായിരുന്നല്ലേ, ആ ഭാഗം വരുന്നുണ്ട്. ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ NCERT വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന ഏതാണ്, ഇതുപോലെ തന്നെ ഇഗ്നോൻ്റെ മെറ്റീരിയലാണ്. ഇതിലും നമ്മളെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ NCERT വായിക്കുന്നതിൽ ഒരു മുടക്കവും കാണിക്കാതിരിക്കുക കേട്ടോ. NCERT നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അടുത്ത ഭാഗം എല്ലാവർക്കും പരിചയമുള്ളൊരു ഭാഗമായിരിക്കും, അല്ലേ? സാധാരണ പൊളിറ്റി ഒരു 10 മാർക്കിനൊക്കെയാണ് പരമാവധി ചോദിച്ചിട്ട് കാണാറുള്ളത്. ഇതിൽ എത്രയുണ്ട് മൊത്തത്തിൽ?
കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ചൊരു ഭാഗം കൂടിയാണിത്. അപ്പോൾ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ DPSP വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്, അതുപോലെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, എലക്ഷൻ്റെ കാര്യം പറയുന്നുണ്ട്. എലക്ഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ കാര്യം, രാജ്യസഭ ലോക്സഭയിലുള്ള ഇതിൻ്റെയൊക്കെ കോമ്പസിഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ രാജ്യസഭയും ലോക്സഭയൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. അതുപോലെ തന്നെ എന്തുണ്ട്, പവേഴ്സ്, ഫങ്ഷൻസ്, പാർലമെൻ്ററി പ്രിവിലേജസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. സ്റ്റേറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്ക് ഗവർണർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഗവർണറും ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഗവർണറുടെ പവർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ജുഡീഷ്യറിയുടെ കാര്യം പറയുന്നുണ്ട്, ഹൈക്കോർട്ട്, സബോർഡിനേറ്റ് കോർട്ടൊക്കെ ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് 3 മാസം മാത്രമേ മുമ്പിലുള്ളൂ, അതുകൂടെ ചിന്തിക്കുക. അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് 8 മാർക്കിന് വരുന്നുണ്ട്. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനിൽ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്താണ്, കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ റിലേഷൻ വരുന്നുണ്ട്, അത് ഫിനാൻസ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ സർവീസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗം, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് 73rd അമെൻമെൻറ്റ്, അതുപോലെ തന്നെ 74th അമെൻമെൻറ്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യം, കോമ്പസിഷൻ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ട്രൽ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എമർജൻസീസ്, ഓക്കെ, ഏതൊക്കെ ടൈപ്പാണ് എമർജൻസി, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എമർജൻസി പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും കൃത്യമായിട്ടും ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് എന്താണ് നോക്കേണ്ടത്, കേരള എക്കണോമി അല്ലേ. 15 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. കേരള എക്കണോമിയിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, SGDP, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്. ഈ ഒരു ഭാഗത്ത് കൂടുതലും ഗ്രോത്തിനെ കുറിച്ചാണ് പറയണേ. പെർ ക്യാപിറ്റ ഇൻകം, റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ചിട്ട്, ടാക്സ്, നോൺ ടാക്സ് റവന്യൂവിനെ കുറിച്ചിട്ട്, അതായത് പബ്ലിക് ഫിനാൻസിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ട്, പോളിസീസ്, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഈ ഒരു ഭാഗമാണ് വരുന്നത്. അതായത് നീതി ആയോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, ഇവിടെ അഗ്രികൾച്ചറിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ലാൻഡ് യൂസ് പാറ്റേൺ ഉണ്ട്, ലാൻഡ് റിഫോം ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി, ഇൻഡസ്ട്രി, MSMEസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിഷൻ 1000 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിഷൻ 1000 എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എനർജി സെക്ടർ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് സെക്ടർ, ഹെൽത്ത്, കെയർ എക്കണോമി, മൈഗ്രേഷനെ കുറിച്ചിട്ട്. ഇവിടുത്തെ മൈഗ്രേഷനൊക്കെ എപ്പോഴും വാർത്തയാവുന്ന ഒരു കാര്യമല്ലേ. മൈഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് പുറത്തുപോയവരുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ആണ് ഈ കേരളത്തിൻ്റെ എക്കണോമിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ടൂറിസം വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ICTയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണ്, ഏറ്റവും നല്ലത് എക്കണോമിക് റിവ്യൂ നോക്കുന്നതാണ്. കേരളത്തിൻ്റെ എക്കണോമിക് റിവ്യൂ 2024 എക്കണോമിക് റിവ്യൂ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ആ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. മിക്കവാറും ഇതിനകത്ത് നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. നമ്മൾ KSൻ്റെ പ്രിലിംസിലൊക്കെ കണ്ടു അല്ലേ, എന്തോരം ഡാറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെയും വേണമെങ്കിൽ വരാം. ഓക്കെ, ആ ഒരു എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെയും അതുപോലെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഡാറ്റകളൊക്കെ ഇതിനകത്ത് തന്നെ ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ഏതാണ്, കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്താണ്. അതിലും എന്ത് വരുന്നുണ്ട്, ഇതും നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 15 മാർക്കിനാണ് ഇവിടെയും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്, വുമൺ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഡെമോഗ്രഫീനെ കുറിച്ചാണ് ഇതിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം
കൃത്യമായിട്ട് നോക്കുക. അതിന് നമുക്ക് ഓൾറെഡി നീതി ആയോഗിൻ്റെ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്, മാക്രോ ആൻഡ് ഫിസിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ ജോയിൻ ചെയ്യുക. അടുത്തത് വരുന്നത് ഏതാണ്? എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമാണ് അല്ലേ. എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് അല്ലേ. മൊഡ്യൂൾ 7 എൻവയോൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. അത് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു മൊഡ്യൂളായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സയൻസ് ആൻഡ് ടെക്കിൻ്റെ അണ്ടറിൽ ഒരു ചെറിയൊരു ടോപ്പിക് എന്നുള്ള രീതിയിൽ മാത്രമാണ് എൻവയോൺമെൻറ്റ് ഇത്രയും കാലം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ മാറി UPSC ഒക്കെ പഠിക്കുന്നവർക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ പഠിച്ചു പോകുന്നുണ്ടാവും. എന്നാലും നമ്മൾ പൊതുവിൽ പഠിക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, കണ്ടുകേട്ട് വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാനുണ്ട്. അതുപോലെ അതിന് എക്സാമ്പിൾസ് ഇവിടെ തന്നെ ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാറ്റിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ റിവേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കേരള ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്, വാട്ടർ, എയർ ആൻഡ് സോയിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കേണ്ടി വരും നമ്മളല്ലേ. അതുപോലെ തന്നെ ഇവിടെ കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ്സ്, മെറ്റൽസ്, ഗ്യാഷ്യസ് പൊല്യൂട്ടൻസ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, ചിപ്കോ മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ചോദ്യം ചോദിക്കാം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവെ ക്വസ്റ്റ്യനിൽ വരാറില്ലാണല്ലേ, നമ്മൾ ജോഗ്രഫിക്കകത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരള. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്നും പഠിച്ചിട്ട് പോകുക. അതുപോലെ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇല്ലേ, അതുപോലെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓസോൺ ഡിപ്ലീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് എടുത്ത് പറയുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, EIA എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അതും നോക്കി വെക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് അല്ലേ. അതുപോലെ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിങ്, ഗ്രീൻ ഓഡിറ്റിംഗ്, എൻവയോൺമെൻറ്റൽ ലോസ് ഇൻ ഇന്ത്യ അല്ലേ. ഏതൊക്കെയാണ്? EPA പോലുള്ള എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകേണ്ടതുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്തതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് വെബ്സൈറ്റ് കൂടുതൽ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഏതാണ്, നാഷണൽ ഡിസാസ്റ്റർ ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കി വെക്കുക. കാരണം അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് NDMAയുടെയൊക്കെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ഉണ്ട്, മിറ്റിഗേഷൻ, അതുപോലെ മിറ്റിഗേഷൻ ഗോൾസ്, പ്രിപ്പയർനെസ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. അതുപോലെ സ്റ്റേറ്റിൻ്റെ പോളിസീസ് ഉണ്ട്. NDMAൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലാണെങ്കിലും ഇതൊക്കെ ഒന്ന് കയറിയിട്ട് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്? ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും ഒന്ന് നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ NDMA നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഒന്ന് വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കുക. NIDM ഉണ്ട്, അതുപോലെ തന്നെ NDRF ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഫണ്ടും ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ കൂടി നോക്കുക. ഇവിടെ എന്തുണ്ട്? SDMA ഉണ്ട്, DDMA ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെബ്സൈറ്റ് കയറി നോക്കുക. ഓക്കെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്, അതൊന്ന് നിങ്ങൾ കയറി നോക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ അടുത്തതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവേണൻസും നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. LSGSൽ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും വാസ്റ്റായിട്ട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ വേരിയസ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതുപോലെ ഇൻസെൻറ്റിവൈസിങ് ഗവേണൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ കറപ്ഷൻ, ഈ ഒരു കാര്യമുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതായത് MIS ഉണ്ട്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം DSS ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്ട് സിസ്റ്റം, ഡാറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, IT ആക്ട് എവിടെയാണ് വന്നിരിക്കുന്നത്?
ഇ ഗവേണൻസിൻ്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. IT ആക്ടിലും വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ബേസിക് ആയിട്ട് PSC പൊതുവെ എന്താണോ ചോദിക്കാറുള്ളത് ആ ഒരു ഭാഗങ്ങൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സിലബസിൽ നോക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ SI മെയിൻസിൻ്റെ ബാച്ച് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും SI എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഈ കഴിഞ്ഞ SI റിസൾട്ടിൽ 51 പേരും KS മെൻറ്ററിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 255 പേരാണ് വിവിധ കാറ്റഗറികളിലായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതിൽ 51 പേരും KS മെൻറ്ററിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ജോയിൻ ചെയ്തില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ അടുത്ത വരുന്ന ഡിഗ്രി പ്രിലിംസ് ബാച്ചിലേക്കായിട്ട് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി ക്ലാസ് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഡിഗ്രി പ്രിലിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിൽ ഏകദേശം 4000-ഓളം വാക്കൻസികളാണ് വരുന്ന നോട്ടിഫിക്കേഷനുകളിലായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ്, PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവരുടെ അടുത്ത് കൂടെ പറയാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്